പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ള 2026 ജൂലൈ 1 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. കാറ്റഗറി നമ്പർ 30/2026 ആണ്. ശമ്പള സ്കെയിൽ വന്നിട്ടുള്ള 31,100 മുതൽ 66,800 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ലെന്നാൽ പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. ഏജ് പറഞ്ഞിട്ടുള്ള 20 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. SC/ST കാരാകാണ്ടിന് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. OBC നോൺ ക്രിമിനൽ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടിസ്ഥാന യോഗ്യതയുടെ +2 ആണ് പറഞ്ഞിട്ടുള്ള യോഗ്യത. അതോടൊപ്പം ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. അതിൻ്റെ പരീക്ഷ ഉണ്ടാകുന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. ശാരീരികക്ഷമത പരീക്ഷ ഉണ്ടായിരിക്കണം. ഉയരം പറഞ്ഞിട്ടുള്ളത് ആൺകുട്ടികൾക്ക് 168 സെൻറ്റിമീറ്ററും വനിതകൾക്ക് 157 സെൻറ്റിമീറ്ററും ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ ആൺകുട്ടികൾക്ക് 81 സെൻറ്റിമീറ്റർ നെഞ്ചളവും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനുള്ള കഴിവുണ്ടായിരിക്കണം. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. ദൂരക്കാഴ്ച 6/6 സ്നെല്ലിനും സമീപ കാഴ്ച 0.5 സ്നെല്ലിനും 2 കണ്ണിനുണ്ടായിരിക്കണം. അതേപോലെ കായികക്ഷമതാ പരീക്ഷയുണ്ട്. കായികക്ഷമതാ പരീക്ഷ പുരുഷന്മാരായിട്ടുള്ളവർ 8 ഐറ്റം തന്നിട്ടുള്ളതിൽ 5 എണ്ണം ക്വാളിഫൈ ചെയ്യണം. വനിതകളാണെങ്കിൽ 7 ഐറ്റത്തിൽ 5 എണ്ണം ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞ മെഡിക്കലി ഫിറ്റാന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷനൊപ്പം ഉണ്ട്. ആ ഫോർമാറ്റ് തന്നെ തയ്യാറാക്കി അതും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 9 മാസം പരിശീലനം ഉണ്ടായിരിക്കും. കമ്പൽസറി ആണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്നെങ്കിൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.keralapsc.gov.in സൈറ്റിൽ പോയിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് പിന്നീട് എത്ര പോസ്റ്റിന് വേണമെങ്കിലും പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ആ പ്രൊഫൈൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫോട്ടോയുടെ അടിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അപേക്ഷാ ഫീസൊന്നും ഇല്ലാത്ത തികച്ചും സൗജന്യമായിട്ട് കേരള PSCക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യേണ്ട അവസരം വന്ന് പ്രയോജനം ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മൈ ആപ്ലിക്കേഷൻസ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി എടുത്ത് വെക്കാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങളുടെ ഒരു ID പ്രൂഫായിട്ട് ആധാറൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ID പ്രൂഫായിട്ട് വിനിയോഗിക്കാനും പറ്റുമെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. താല്പര്യമുള്ളവരെ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. www.keralapsc.gov.in സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് 2026 ജൂലൈ 1 വരെ അപേക്ഷിക്കാൻ പറ്റും.